ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടെറസിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ലീക്ക് ഉണ്ട്. അതായത് ഡൈനിങ് ഹാളിലേക്ക് ഉണ്ട്, റൂമിലേക്ക് എല്ലാം ലീക്കാണ്. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞ് വാട്ടർ പ്രൂഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യാമെന്ന് ബർജറിൻ്റെ കൂളൻ സീലാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതുപോലെ സർഫേസ് നല്ല അടിച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പ്രഷർ വാഷർ വെച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ പാരപ്പറ്റിൻ്റെ ടോപ്പിൽ അടിച്ചിറക്കണം. അപ്പോൾ എല്ലാ ഇതിലുള്ളത് വെള്ളം ഇറങ്ങുന്നത് ഒഴിവാകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വിശ്വസിച്ച് കാണിക്കാം. ഈ വാട്ടർ പ്രൂഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ സാധാരണ ഈ റൂഫ് മാത്രം അടിച്ചിട്ട് കാര്യമില്ല, കുറച്ച് കയറ്റി അടിക്കണം. നമ്മളിത് ഫുള്ളായിട്ട് കയറ്റി അടിക്കുന്നുണ്ട്. കാരണം ഇത് കയറ്റി അടിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് പാരപ്പറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാതെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ഒരു 4-5 ഇഞ്ച് അടിച്ച് വരുന്നതാണ്. അപ്പോൾ പല ആളുകളും പല മെത്തേഡിലാണ് വാട്ടർ പ്രൂഫ് ചെയ്യാറ്. ചില ആളുകൾ നെറ്റ് വെച്ചിട്ട് അതുപോലെയൊക്കെ ചെയ്യും. ഇതാകുമ്പോൾ ഏത് സാധാരണക്കാരും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കോട്ട് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്താ ഈ കണ്ണട വെച്ചെടുക്കാൻ വലിയ ഫ്രീക്കായിട്ട് നടക്കുക. അതൊന്നല്ല, അത്രയും ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കണ്ണ് ശരിക്കും കാണാൻ കഴിയില്ല. അപ്പോൾ ആ ലെവലിൽ വെച്ചതാണ്. തേർഡ് കോട്ട് അടിക്കാൻ പോകാൻ വാട്ടർ പ്രൂഫ് ഇതോട് കൂടെ അവസാനിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഫസ്റ്റിലെ കോട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ലൂസാക്കി എടുക്കുക. രണ്ടാമത്തെ കോട്ട് എന്ത് ചെയ്യുക, ടൈറ്റിലടിക്കുക. ബക്കറ്റിൽ അതേ ടൈറ്റ്. മൂന്നാമത്തെ കോട്ട് അതേപോലെ അടിക്കണം. സെക്കൻഡ് കോട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് 3 കോട്ട് അടിക്കണം മസ്റ്റായിട്ട്. അപ്പോഴേ ഇത് 10 വർഷം വാറൻറ്റി കിട്ടുള്ളൂ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തേർഡ് കോട്ട് വാട്ടർ പ്രൂഫ് ഫുൾ ഫൈനൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ.